Alhamdulillah. Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. Wa nashhadu anna Muhammadan 'abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ മുറുകെപ്പിടിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അക്ഷയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ച കാര്യങ്ങളിൽ ഒരു പ്രധാന വസ്തുത, അള്ളാഹു അവൻ്റെ അടിയാറുകളായ അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരോട് ഒരു അന്യായവും പ്രവർത്തിക്കുകയില്ല എന്നാണ്. അഥവാ അള്ളാഹു മനുഷ്യവർഗത്തിനോട് ഒരു അന്യായവും ചെയ്യുകയില്ല. അവരെല്ലാവർക്കും വേണ്ടി ഭൂമിയെ സംവിധാനിച്ചു, ഭൂമിയിൽ മനുഷ്യനെ അധിവസിപ്പിച്ചു അഥവാ താമസിച്ചു. മനുഷ്യൻ ജീവിക്കാൻ വേണ്ട വിഭവങ്ങളൊക്കെ ഭൂമിയിൽ സംവിധാനിക്കുകയും ചെയ്തു. അത് നിഷേധിക്കും അനുസരിക്കുന്നവരും ഒരുപോലെ നൽകുന്നു. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹു വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പെട്ട അന്നം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരെ അനുസരിച്ച് ജീവിക്കുന്നവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സവിശേഷമായ സിഫാത്തുകളായി, നാമവിശേഷങ്ങളായി, നാമങ്ങളായി പഠിപ്പിച്ച കൂട്ടത്തിലെല്ലാം ഈ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദങ്ങൾ ധാരാളമായി നമുക്ക് കാണാം. ഏറെ സുപരിചിതമായ അർ-റഹ്മാൻ അർ-റഹീം എന്ന പദം ഉദാഹരണം. അള്ളാഹു റഹ്മാനാണ്, അവരെല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവരാണ്. അത് അവനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും അവന്റെ കാരുണ്യം ലഭ്യമാകും എന്നർത്ഥമാകുന്നു. അർ-റഹീം എന്ന പദമാവട്ടെ അവന്റെ കൽപ്പന യഥാർത്ഥി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പ്രത്യേകമായ കാരുണ്യം അല്ലാഹു നാളെ പരലോകത്ത് നൽകും എന്നതിനെയും വിളിക്കുന്നു. അപ്പോൾ അർ-റഹ്മാൻ എന്ന പദത്തിന്റെ വിശാല അർത്ഥത്തിൽ ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു മതിയായ കാരുണ്യം അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഇടപെട്ടുകൊണ്ട് അല്ലാഹു തിരുത്തിയ ഒരു സന്ദർഭം ഈ പറഞ്ഞ ആശയത്തെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കഅബാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ശേഷം അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ ഇങ്ങനെ പ്രാർത്ഥിച്ചു: വൽസുത്ത് അഖിറഹു മിന സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും അവരിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പടച്ചവനെ നീ അന്നം നൽകണമേ എന്നായിരുന്നു പ്രാർത്ഥന. അള്ളാഹു ഇടപെട്ട് പറഞ്ഞു വമൻ കഫറ, അങ്ങനെയല്ല നിഷേധിക്കും നൽകുമെന്നാണ്. അത് അവന്റെ മുന്നിലായിരുന്നാലും ശരി,
നിഷേധിക്കും അള്ളാഹു അന്നം നൽകും. അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തിരുത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു ഭൂമുഖത്ത് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും മരണാനന്തര ലോകത്ത് വിജയിക്കാനുള്ള മാർഗം എന്താണെന്നും മനുഷ്യരെ അറിയിച്ചു കൊടുത്തത്. ആ കാരുണ്യത്തിലൂടെ ഭൂമുഖത്ത് അള്ളാഹു നൽകുന്ന എല്ലാ ഔദാര്യങ്ങൾക്കും ഒപ്പം ഏറ്റവും വലിയ ഔദാര്യമായ മാർഗദർശനത്തെ കാണിച്ചു കൊടുത്തത് അന്യായമായി ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഹവ്വാ റളിയല്ലാഹു അൻഹയോടൊപ്പം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വലക്കും ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് മത്താൾ വിഭവങ്ങൾ, മുസ്തഖറുൻ, നിങ്ങൾക്ക് അവിടെ അധിവസിക്കാൻ പറ്റും വിധം, ഇലാഹി, ഒരു നിശ്ചിത അവധി വരെ എന്നിങ്ങനെ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു നിശ്ചിത അവധി വരെ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കണം. അവിടെ അവർക്ക് മുസ്തഖറുണ്ട്, ജീവിക്കാൻ വേണ്ട സൗകര്യവും സംവിധാനമുണ്ട്, മത്താളുണ്ട്, വിഭവങ്ങളുണ്ട്. അത്രയും പറഞ്ഞ ശേഷം ഹുദൻ, എന്റെ അടുക്കൽ നിന്ന് മാർഗദർശനവും പ്രകടിപ്പിക്കുകയും, അഥവാ പ്രവാചക നിയോഗം നടക്കും. സന്മാർഗദർശനത്തിന്റെ സന്ദേശവാഹകർ വരും നിങ്ങളുടെ അടുക്കൽ. അതിനെ പ്രഖ്യാപിക്കുന്ന രേഖപ്പെടുത്തപ്പെട്ട വേദങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെ നാം നൽകുന്ന ഔദാര്യമാണ്. അത് യഥാർത്ഥത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടി വരില്ല എന്ന് ആണ് ഈ മാർഗദർശനത്തെ യഥാർത്ഥത്തിൽ പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, കേൾക്കേണ്ടി വരില്ല, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല എന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു കാര്യം കൂടി അള്ളാഹുവിന്റെ ഔദാര്യത്തെ കാരണത്തെ വളരെ കൃത്യമായി പ്രകാശിപ്പിക്കുന്നത്, അള്ളാഹു സന്മാർഗദർശനം ബന്ധുക്കിട്ടാത്തതോ സത്യം അറിയാൻ അവസരം ഉണ്ടാവാത്തതോ ആയ ഒരു ജനതയെയും ശിക്ഷിക്കുകയില്ല. പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരു സമൂഹത്തെ നാം ശിക്ഷിക്കുകയില്ല. അഥവാ അള്ളാഹുവിന്റെ ദർശനം എന്താണ്, ശരികേട് ഏത് എന്ന് കൃത്യമായി അറിയാത്ത ഒരു ജനസമൂഹത്തെ അള്ളാഹു പിടികൂടി ശിക്ഷിക്കുകയില്ല എന്നും സൂറ ഇസ്രായിലെ 15-ാമത്തെ വചനത്തിൽ. ഇത്രയും ആമുഖമായി പറഞ്ഞു വെച്ചത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അള്ളാഹു മനുഷ്യരുടെ അന്യായം കാണിക്കുകയില്ല. നാം അവരോട് അക്രമവും കാണിച്ചിട്ടില്ല, മറിച്ച് അവർ തന്നെയാണ് അവരവരോട് അക്രമം കാണിക്കുന്നത്. മനുഷ്യകുലം അനുഭവിക്കുന്ന ഏതേലും ശിക്ഷകളും പരീക്ഷണങ്ങളും ദുരന്തങ്ങളും മഹാമാരികളും വിപത്തുകളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം അള്ളാഹു നമ്മോട് കാണിക്കുന്ന അന്യായമല്ല, നമ്മൾ ചെയ്തു കൂട്ടിയ അക്രമ പ്രവർത്തനങ്ങളുടെ ദുരന്തമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുക. അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യൻ അന്യായം കാണിക്കുകയില്ല. അവൻ അവരോട് നീതിയെ കാണിച്ചിട്ടുള്ളൂ, അവരോട് സ്നേഹമേ പുലർത്തിയിട്ടുള്ളൂ, അവർക്ക് കാരുണ്യമേ നൽകിയിട്ടുള്ളൂ. അവരവർ ധിക്കാരം കാണിച്ചാലും ആ ധിക്കാരത്തിന്റെ പേര് ശിക്ഷിക്കുകയില്ല. അതിന് ശിക്ഷ പരലോകത്താണ്. ഒരാൾ നിഷേധിയായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ശിക്ഷിക്കുകയില്ല. വിശ്വസിക്കാനും നിഷേധിക്കാനുമുള്ള അവകാശം നൽകിയ വലിയ ഔദാര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വക്താവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കുഫൂറ, നിഷേധിയായിട്ട് ജീവിക്കാം ഈ മണ്ണിൽ, നന്മയുള്ളവനായിട്ട് ജീവിക്കുകയും ചെയ്യാം, വിശ്വാസിയായിട്ട് മാറാം, ധിക്കാരിയായി പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെ ധിക്കാരിയെ മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷെ ധിക്കാരം വിശ്വാസത്തിന്റെ കാര്യത്തിലേ ആകാവും. അതിനപ്പുറത്ത് അധർമ്മത്തിലേക്ക് പോകാൻ പാടില്ല, അക്രമത്തിലേക്ക് പോകാൻ പാടില്ല, വഴിമാറാൻ പാടില്ല, സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല, ഭൂമിയിൽ കുഴപ്പം സംഭവിപ്പിക്കാൻ പാടില്ല. മനുഷ്യൻ മുറുകെ പിടിക്കേണ്ടുന്ന മൂല്യങ്ങളെ ഉല്ലംഘിക്കാൻ, അതിനെ ലംഘിച്ച് അന്യായത്തിന്റെ വഴി സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയാണ് പ്രശ്നം. മനസ്സിലാക്കേണ്ട വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തോട് ഒരു അന്യായവും കാണിക്കുന്നില്ല. മനുഷ്യകുലം സ്വന്തത്തോട് തന്നെ അന്യായം കാണിക്കുന്നു. അതുകൊണ്ട് ഭൂമുഖത്ത് അല്ലാഹു വെറുതെ മനുഷ്യനെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. അപ്പോൾ സംഭവിക്കുന്ന മഹാമാരിയാവട്ടെ, സംഭവിച്ച മഹാമാരിയാവട്ടെ, സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാവട്ടെ, ഓരോ കാലാവസ്ഥയും മാറി മാറി വരുമ്പോൾ അനുഭവപ്പെടുന്ന ഒരുപാട് ദുരന്തങ്ങൾ, ശക്തമായ കാറ്റുകളാവാം, ഭൂകമ്പങ്ങളാവാം, ഭൂമികുലുക്കമാവാം, എന്തെല്ലാമോ നാം കാലികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും താക്കീതുകളും വലിയ വലിയ വിവരങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി നിരീക്ഷണ, കാലാവസ്ഥ നിരീക്ഷക സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ
മനുഷ്യനെ രണ്ട് കാര്യത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അത് നല്ലവരും ഉൾപ്പെടും, ചീത്ത പ്രവർത്തിച്ച ആളുകളും ഉൾപ്പെടും. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ആ രണ്ട് സംഗതിയും അള്ളാഹു നിഷേധിച്ചതിന്റെ പേരിലാവുകയില്ല. മനുഷ്യൻ ഭൂമുഖത്ത് പാലിക്കുന്ന മര്യാദകളെ ലംഘിച്ചതിന്റെ പേരിലാണ്. അതിലൊന്ന്, നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും നമുക്കും ഒരു മേലാപ്പായി നിൽക്കുന്ന മണ്ണ്, അഥവാ ഈ പ്രകൃതി, പരിസ്ഥിതി, പരിസരം എന്നിങ്ങനെ ഏതെല്ലാം പദപ്രയോഗത്തിലൂടെ നാം വിശദീകരിക്കുന്ന നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ നിർവചനം പറയാൻ കഴിയില്ലെങ്കിലും ഗ്രാഹ്യമുള്ള നമുക്കറിയുന്ന ഈ ഒരു സംവിധാനം ഉണ്ടല്ലോ, നാം ജീവിക്കുന്ന ഈ ഭൂമി, അതിൽ മനുഷ്യൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ തമ്പുരാൻ പരലോകത്തെ കടുത്ത ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ അനുഭവിപ്പിക്കും. ഇത് ഖുർആൻ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും വിധമാണ് അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലെ മലകൾ എവിടെ ഉണ്ടാവണം, അതിലെ ആറും തോടും പുഴയും എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതിന്റെ ഉദ്ദേശങ്ങൾ എന്ത്, ധർമ്മങ്ങൾ, അതിലെ നാടും വീടും എന്ത് ദൗത്യങ്ങൾ നിർവഹിക്കുന്നു, അതിലെ ജന്തുവർഗ്ഗങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ മുതൽ വികാരകരായി മണ്ണിൽ വീഴുന്ന ഒരു മൃതശരീരത്തെ, മൃതാവസ്ഥയിൽ മണ്ണിൽ വീഴുന്ന ഒരു സംവിധാനത്തെ ദ്രവിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്ന സൂക്ഷ്മ വികാരകൾ മുതൽ വലിയ ജന്തുജാലങ്ങൾ വരെ എന്തെന്ത് ധർമ്മങ്ങൾ എന്തിനു വേണ്ടി നിർവഹിക്കണം എന്ന് അള്ളാഹു നിജപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇസ്ലാം. ഭൂമിയെ അള്ളാഹു അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് മുഖേനയാണ് മഴയും നിങ്ങൾക്ക് വെള്ളവും കിട്ടുന്നത്. അത് മുഖേനയാണ് സസ്യലതാദികൾ വളരുന്നതും തഴച്ചു വളരുന്നതും കായ്ഫലങ്ങൾ നൽകുന്നതും. ആ കാറ്റ് മുഖേനയാണ് നിങ്ങൾക്ക് മഴ കിട്ടാനുള്ള മേഘങ്ങൾ സഞ്ചരിച്ചെത്തുന്നത്. ആ കാറ്റ് മുഖേനയാണ് സസ്യങ്ങൾ പരാഗണം നൽകുന്നത്. അത് മുഖേനയാണ് നിങ്ങൾക്ക് വിഭവങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അള്ളാഹു വെച്ചൊരു ക്രമമാണ്. പല തുഷ്യതൂപ്പില്ലാതെ വളരെ മനസ്സിലാക്കുക. ഈ ക്രമത്തെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്, ഈ ക്രമത്തെ നിങ്ങൾ ഭംഗപ്പെടുത്തരുത്. പ്രകൃതിയോട് അന്യായമായിട്ട് പ്രവർത്തിച്ചാൽ അവിടെ കോരി മരിച്ചു, ഇവിടെ കുത്തിയെടുക്കും, അവിടെ പൊട്ടിച്ചെടുക്കും, അവിടെ നിന്ന് പോയി ഇവിടെ കൊണ്ടുപോയിട്ടും വെള്ളം നിൽക്കുന്ന തണ്ണീർ തടങ്ങൾ നികത്തിയും ഒക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന അന്യായങ്ങൾ തിരിച്ചൊരു നിർബന്ധമാണ്. ഇത് അള്ളാഹുവിടെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമാണ്. മനുഷ്യകരങ്ങൾ അന്യായമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ആകാശത്തും കടലിലും കരയിലും ഒക്കെ ഒരുപോലെ അപകടങ്ങൾ ഇപ്പോൾ പ്രകടമായിരിക്കുന്നു. സൂറ അർ-റൂമിലെ 41-ാമത് വചനം. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ആദ്യ സമൂഹ ഗോത്രങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കാം. അവർ മല തുറന്ന് വീടുകളുണ്ടാക്കി. അതിലൊരു കൂട്ടർ മലക്ക് മുകളിൽ വലിയ ഭവനങ്ങൾ ഉണ്ടാക്കി. മല തുറന്ന് വീടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതത്തെ കുറിച്ച് പഠിക്കാൻ അത് സൂചനയാണ്. വേറെ കൂട്ടർ മലയുടെ മുകളിൽ വലിയ ഭവനങ്ങൾ പണിതുകൊണ്ട് അഹങ്കാരം കാണിച്ചു. രണ്ടു കൂട്ടരെയും നമ്മൾ ശിക്ഷിച്ചു. ശിക്ഷിക്കാനുള്ള ന്യായം പ്രകൃതിയിൽ പാലിക്കുന്ന മര്യാദ പാലിക്കാത്തത് കൊണ്ടാണ്. നിഷേധികളായതിന്റെ ശിക്ഷ പരലോകത്ത് വേറെ കിടക്കും എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. രണ്ടാമത്തെ ഒരു സംഗതി, അള്ളാഹു മനുഷ്യരെ ശിക്ഷിക്കുന്നതിന് രണ്ടാമത്തെ ന്യായം, ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കണം. നാം പാലിക്കേണ്ടുന്ന കുറെ ബന്ധങ്ങളുണ്ട്. നാം നമ്മുടെ മാതാപിതാക്കളും, നാം നമ്മുടെ അയൽപ്പക്കവും, നാം നമ്മുടെ ഭാര്യ സന്താനങ്ങളും, നാം നാട്ടിലെ സാധാരണക്കാരും, നാം നാട്ടിലെ കാരണന്മാരും, അങ്ങനെ തുടങ്ങി നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട്, ഈ പ്രകൃതിയിലെ ജന്തുജാലങ്ങളോട്, പ്രകൃതിയോടും ഒക്കെ പാലിക്കുന്ന കുറെ മര്യാദകളുണ്ട്. മനുഷ്യൻ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളുണ്ട്. എല്ലാ വേദനകളും പഠിപ്പിച്ച കളവ് പറയാൻ പാടില്ല, അഴിമതി പാടില്ല, അന്യായം പാടില്ല, കൊലപാതകം തെറ്റുവിടാൻ പാടില്ല. ഇത് ആദ്യം നിഷേധിക്കാൻ കഴിയാത്ത മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ ദൈവപ്രവർത്തമാണ്. കുതുബുസ്സമാവിയിലൂടെ ആകാശ ലോകത്ത് അള്ളാഹു ഘട്ടം ഘട്ടമായി ഇറക്കിയ വേദനകളിലൂടെ പഠിപ്പിച്ച മൂല്യങ്ങളാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ ഏതൊരു ശാസ്ത്രകാരൻ തന്റെ പരീക്ഷണശാലയിൽ ഒരുപാട് പരീക്ഷണത്തിന്റെ അവസാനം കണ്ടെത്തിയ ഒരു തത്വമല്ല, ഇത് മുകളിൽ നിന്ന് വന്നതാണ്. അതാണ് കുതുബുസ്സമാവി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രയോഗം. ആകാശ വേദനകളിലൂടെ കിട്ടിയതാണ്. ഈ മൂല്യങ്ങളെ ലംഘിക്കുമ്പോൾ, അതിനെ മറികടക്കുമ്പോൾ ഭൂമിയിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. സൂറ അൽ-ബഖറ 50-ാമത് വചനം, വലാ തഅസൗഫിൽ മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പകാരികളായി വിഹരിക്കും. അഥവാ പാലിക്കേണ്ടുന്ന മറയും മുറയും പാലിക്കണം, ധർമ്മവ്യവസ്ഥ പാലിക്കണം, നിയമം പാലിക്കണം, നീതി നടപ്പിലെടുക്കണം, അന്യായം പ്രവർത്തിക്കാൻ എത്തില്ലാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങിയുള്ള മനുഷ്യർ മുറുകെ പിടിക്കേണ്ടുന്ന മൂല്യങ്ങളെ നമ്മളൊരിക്കലും ഉല്ലംഘിക്കരുത്. അങ്ങനെ ഉല്ലംഘിച്ചാൽ കടുത്ത ശിക്ഷ കിട്ടും. അത് വലിയ ശിക്ഷയേക്കാൾ ചെറുതാണ്. യൂത്ത് ലഭ്യതയുള്ള ഉദാഹരണം, അവർ അവരുടെ വികാരശമനത്തിന് പ്രകൃതിപരമായ മാർഗം വിട്ട് തെറ്റായ വഴി സ്വീകരിച്ചപ്പോൾ അള്ളാഹു ആ പ്രദേശത്തെ കീഴ്മേൽ മരിച്ചു, കീഴ്മേൽ മരിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു.
ആ പ്രദേശം ഇന്നും സദൂം നിവാസികൾ ജീവിച്ച പ്രദേശം ചാവുകടലായി ചരിത്രത്തിൽ നിന്നും അടയാളപ്പെടുത്തപ്പെടുന്നു. നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഇടമാണ്. അത് വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് കുഴപ്പങ്ങളെ തീർക്കില്ല. ഒന്ന്, ഈ പ്രകൃതിയോട് മാന്യമായിട്ട് പെരുമാറണം. രണ്ട്, മൂല്യങ്ങളെ മുതൽപ്പിടിക്കണം. പ്രകൃതിയോട് അന്യായം പ്രവർത്തിക്കുക, മൂല്യച്യുതിക്ക് കാരണമാവുക, ഈ രണ്ട് കർമ്മങ്ങൾ ആര് ചെയ്താലും ശരി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം അള്ളാഹു ഇത് ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഭൂമിയിൽ ഇത്തരം കുഴപ്പങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഇത്തരം കുഴപ്പകാരികളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. സൂറ അൽ-ബഖറ, സൂറ അൽ-മാഇദ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യായം പ്രവർത്തിക്കുന്ന ഇത്തരം ധിക്കാരികൾക്ക് ചെറിയ ശിക്ഷ നൽകും. അതുമായി ബന്ധപ്പെട്ട സൂറ സജ്ദയിലെ 21ാമത് വചനമാണ് ആമുഖത്തിൽ ഓതി വെച്ചത്. നാം അവരെ ചെറിയ ശിക്ഷകൾ അനുഭവിക്കും. ചെറിയ ശിക്ഷകൾ അവർക്ക് നാം അനുഭവിക്കും, രുചിപ്പിക്കും. അതായത് രുചിപ്പിച്ചു ശരിക്കും അനുഭവിക്കാൻ അവസരം കൊടുക്കും. വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ നൽകിക്കൊണ്ടിരിക്കും. ആ ശിക്ഷ അനുഭവിക്കുമ്പോഴെങ്കിലും അവർക്ക് തിരിച്ചറിവ് നേടട്ടെ. ഒരു അടി കിട്ടുമ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചെങ്കിലോ, ഒരാഘാതം ഏൽക്കുമ്പോഴെങ്കിലും ഒന്ന് തിരിച്ചറിവുണ്ടായെങ്കിലോ, ചെയ്തു കൂട്ടുന്ന അന്യായം അവസാനിപ്പിച്ചിട്ട് മടങ്ങാൻ അവസരം ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ച് വലിയ ശിക്ഷകൾക്ക് മുമ്പ് നാം ചെറിയ ശിക്ഷകളെ അവരെ അനുഭവിപ്പിക്കും. സുഖം പ്രഖ്യാപിക്കുന്നു. ഒരു ഹദീസ് നിമിഷത്തിൽ കൊടുക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, തിരുമതി ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ഫി ആഖിർ ഉമ്മത്തി ഖസ്റു വ മസഹ, എൻ്റെ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഭൂകമ്പമുണ്ടാകും, ഭൂമി കുലുക്കുണ്ടാകും, ഭൂമി വിണ്ടുകീറലുണ്ടാകും, വലിയ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ വികലമായ ജന്മങ്ങൾ ധാരാളമായി ഉണ്ടാകും. ഓരോ വീട്ടിലും എന്ന പോലെ വികലമായ ജന്മങ്ങൾ, മനുഷ്യരുടെ പ്രകൃതി വ്യത്യസ്തമായ അവസ്ഥ ജന്മങ്ങൾ ഒക്കെ സംഭവിക്കും. കാലത്ത് ആയിഷ ആളാണ് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ഞങ്ങൾ നോമ്പ് നോക്കുന്നവരായിരിക്കെ, ഞങ്ങൾ നിസ്കരിച്ച് നോമ്പ് നോക്കി ജുമാക്ക് പള്ളിയിലൊക്കെ പോയി ഹജ്ജിന് മുമ്പ് ഇടാറില്ലാതെ പോയി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, അതെ, നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് അധർമ്മം വെളിപ്പെട്ടാൽ, ധിക്കാരം സംഭവിച്ചാൽ, ഭൂമിയിൽ അധർമ്മം പ്രവർത്തിച്ചാൽ, അത് പ്രകൃതിയോട് മനുഷ്യൻ പുറപ്പെടുന്ന മൂല്യങ്ങളോട് ആരായിരുന്നാലും ശരി, അവർ നിസ്കരിച്ചാലും മുമ്പ് മാറ്റാലും രക്ഷപ്പെടുകയില്ല, അവർ ശിക്ഷിക്കപ്പെടും. നിങ്ങളിൽ അക്രമികൾ മാത്രമല്ല, നിങ്ങൾ എല്ലാവരെയും പിടികൂടുന്ന വലിയ ശിക്ഷകളെ നിങ്ങൾ ഭയപ്പെടുകയും വലിയ പരീക്ഷണങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്താൻ. അതുകൊണ്ട് വന്ന് ഭവിക്കുന്ന ശിക്ഷകൾക്ക് ന്യായങ്ങളുണ്ട്. ന്യായങ്ങൾ അല്ലാഹു നമ്മോട് കാണിക്കുന്ന അന്യായങ്ങളല്ല, നമ്മൾ സ്വന്തത്തോട് കാണിക്കുന്ന അന്യായങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യകുലം പാലിക്കേണ്ടുന്ന മൂല്യങ്ങളെ പാലിക്കുക, മുറുകെ പിടിക്കുക, പാലിക്കുക, ബന്ധങ്ങളെ പാലിക്കുക, അന്യായം പ്രവർത്തിക്കാതിരിക്കുക. എങ്കിൽ അവർക്ക് ഭൂമിക്ക് സമാധാനത്തിൽ ജീവിക്കുക. അല്ലെങ്കിൽ കേവല നമസ്കാരം കൊണ്ട് രക്ഷപ്പെടും എന്നില്ല, നോമ്പ് അതിന് സഹായകമായി കൊടുക്കുമെന്നില്ല. അതെല്ലാം പരലോകത്ത് രക്ഷ ലഭിക്കുന്ന മാർഗങ്ങൾ മാത്രമാണ്. ഇഹലോകത്തെ രക്ഷയ്ക്ക് മനുഷ്യർ മുറുകെ പിടിക്കേണ്ടുന്ന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനോടും മേലാപ്പാൽ നിൽക്കുന്ന മണ്ണിനോടും ഈ പ്രകൃതിയിലെ സംവിധാനങ്ങളോടും കാണിക്കുന്ന മര്യാദകൾ പാലിച്ച് നീതിയുടെ ധർമ്മത്തിന്റെ വഴി തിരഞ്ഞെടുക്കണം. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. എന്ന് ഭവിച്ച മഹാമാരികളും അടിക്കടി ആവർത്തി ദുരന്തങ്ങളുമൊക്കെ അതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം വിഷ്ണുവിനാൽ വെളിപ്പെടുന്നത് ഇംഗിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഏവരെയും ആദർശിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസീകും സാനിയ ബിത്തഖ്വല്ലാഹ് يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനിയായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മരിച്ചുപോയവർക്ക് മാപ്പുറക്കും അർഹം നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. വന്നു ഭവിച്ച മഹാമാരിയിൽ നിന്ന് പഠിച്ചവരുടെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ദുരിതത്തോടൊപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ പഠിച്ചവരുടെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം മുറുകെപ്പിടിച്ച് അവരുടെ കൽപ്പനകൾ പാലിച്ച് മണ്ണിൽ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു
منا والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.